കൊച്ചിയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയ സംഭവത്തിൽ സ്ഥാപനം ആരോഗ്യവിഭാഗം പൂട്ടിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. റെയിൽവേ ട്രെയിനുകളിലേക്കാണുള്ള ഭക്ഷണമാണ് പ്രധാനമായി ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് ഈ സ്ഥാപനം ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം റെയിൽവേ അന്വേഷിക്കുമെന്നാണ് അറിയുന്നത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു. നിതിന് കേൾക്കാമെങ്കിൽ പറയൂ. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇവിടെ അടപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. അല്പസം മുമ്പാണ് ഈ പരിശോധന പൂർത്തിയാക്കി പഴകിയ ഭക്ഷണം ഇവിടെ നിന്ന് എല്ലാം എടുത്തു വെച്ചു. സ്ഥാപനം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. മഹസർ കൈപ്പറ്റാൻ പോലും ആരും എത്തിയില്ല, ഉത്തരവാദപ്പെട്ട ആരും എത്തിയില്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇവിടെ ഇപ്പോൾ മഹസർ പതിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പിടികൂടിയ പഴകിയ ഭക്ഷണം ചപ്പാത്തി, ദാൽ, കടലക്കറി, കുറുമ, മസാല, മുട്ട, ചിക്കൻ കറി, കോഴിയിറച്ചി, അതോടൊപ്പം തന്നെ സോയാബീൻ അടക്കമുള്ള ഭക്ഷണങ്ങളാണ്, പഴകിയ ഭക്ഷണങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. അതെല്ലാം തന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്പസമയത്തിന് നഗരസഭ അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ ആരംഭിച്ച പരിശോധന മണിക്കൂറുകൾ നീണ്ടു. ആ പരിശോധനയിൽ കണ്ട കാഴ്ച ശോചനീയമായ അവസ്ഥയാണ്. കാരണം ഉള്ളിൽ ദുർഗന്ധം കൊണ്ട് നമുക്ക് ഉള്ളിൽ പോലും പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ നാട്ടുകാരാണ് ഒരു മാസം മുമ്പ് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നേരത്തെ തന്നെ നഗരസഭ അതിൽ ഒരു താക്കീത് നൽകിയിരുന്നു, പിഴയടാക്കിയിരുന്നു. പക്ഷേ ഒരു കൃത്യമായ ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ ഒരു സ്ഥാപനത്തിൽ ഇല്ല എന്നാണ് നഗരസഭയടക്കം പറയുന്നത്. ഇന്നിപ്പോൾ ഈ രാവിലെ ഈ പരിശോധന നടത്തുമ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് പലകുറി ഇതിന്റെ മാനേജറെ വിളിച്ചിരുന്നു. പക്ഷേ ബന്ധപ്പെട്ട ആരും ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നില്ല. അതിനെ തുടർന്നാണ് മഹസർ കൈപ്പറ്റാതെ തുടർന്ന് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും റെയിൽവേയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ ഈ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് റെയിൽവേ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന ഡ്രൈവർ മാത്രമാണ് അല്പസം മുമ്പ് ഇവിടെ വന്ന് സംസാരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഭക്ഷണം കൊണ്ടുപോകുന്നത്. മാത്രമല്ല വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് എന്ന കാര്യം നേരത്തെ വന്ന കരാർ ഡ്രൈവർ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരത്തെ പിടികൂടിയ ഭക്ഷണത്തിനൊപ്പം വന്ദേ ഭാരത് അടക്കം സ്റ്റിക്കറുകളുണ്ട്. ഇത് സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് ഗതിമാൻ അതോടൊപ്പം തന്നെ രാജധാനി ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ മെനു കാർഡാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഈ ട്രെയിനുകൾക്ക് ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെന്ന വിവരമാണ് എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് അടക്കം പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന നടപടിയാണ് എന്തായാലും ഇപ്പോൾ സ്ഥാപനം ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്. SKN. ഓക്കെ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.